ജേക്കബ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അന്നയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവനെ പോലെയുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാൻ പോകുന്ന ഞങ്ങളുടെ ജിതിനെയും അഞ്ജുവിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ, ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുകുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ യോസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാക്കുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ബന്ധുജനങ്ങളെ, പ്രാർത്ഥനകളും ആശംസകളും നൽകി എന്നെ സദയം അനുഗ്രഹിക്കണമേ. To be living
cars at night, they always look like yours, fading into and out of street lights. Cars at night, they always look like yours. I'll always look twice. I'll always look twice. I love with slow motion. You make the world feel so new. Then in a moment, I feel the split into just watching cars in പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സർവേശ്വരം സ്തുതിഗീതം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന്റെ രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ഈ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ കുദാശ യോഗ്യതകളോട് പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. എന്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന് മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തമുളകൾ പോലെയുമായിരിക്കും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിറിയോനിൽ നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ലെന്ന് ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫെസ്സുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിനെ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ
ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിനെ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വചനഘോഷം തുടങ്ങുകയാ, വചനമാരി പെയ്യുകയാ, ഹൃദയമാകും വയലിൽ അതിരുപോൽ വിളയട്ടെ. നീ വചനം കൊണ്ടു ഞങ്ങൾ ധന്യരായി തീർന്നിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഫരിസേയർ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഏറ്റവും പ്രിയപ്പെട്ട ഇടവക വികാരിയും സുഹൃത്തും കൂടിയായിട്ടുള്ള ജെയ്സനച്ച, ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലെ മുഖ്യ കാർമ്മികനായി വയനാട്ടിൽ നിന്നെത്തിയിട്ടുള്ള അഞ്ജുവിൻ്റെ ഫസ്റ്റ് കസിനായിട്ടുള്ള എരീഷ്യൻ സന്യാസ സമൂഹാംഗമായ ജിൻസജ്ജ, ഏറ്റവും പ്രിയപ്പെട്ട ജിതിൻ, അഞ്ജു, അവരുടെ മാതാപിതാക്കളായിട്ടുള്ള ജോസഫ്, ഗ്രേസി, ജോസ്, ആൻസി, ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ, തൃശ്ശൂർ ഭാഗത്ത് ചെറുപ്പകാലത്തൊക്കെ കളിച്ചിരുന്നൊരു കളിയുടെ പേര് ഇങ്ങനെയാണ്, 3 legs റേസ് എന്ന് പറയും. രണ്ടുപേര് ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നു. പക്ഷെ രണ്ടുപേരുടെയും ഓരോ കാലുകൾ കൂട്ടിക്കെട്ടിയിട്ടുണ്ടാകും. ഭാവനയിലൊന്ന് കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? രണ്ടുപേരും ആ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നു. പക്ഷെ രണ്ടുപേരുടെയും ഓരോ കാലുകൾ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പും വളരെ കരുതലോടെ പരസ്പര ധാരണയോടുകൂടെ വേണം മുന്നോട്ട് വയ്ക്കാനായിട്ട്. ഈ കളിയുടെ പ്രത്യേകത, വിജയിക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് വിജയിക്കും. തോൽക്കുന്നുണ്ടെങ്കിലോ രണ്ടുപേരും ഒരുമിച്ച് തോൽക്കും. അതാണ് ഈ കളിയുടെ പ്രത്യേകത പറയുന്നത്. വാസ്തവത്തിൽ വിവാഹ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ കാരണന്മാർ പറയുന്ന 2 ചെറിയ കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, വിവാഹിതരാകുന്നവരുടെ കാലുകൾ കൂട്ടിക്കെട്ടുന്നത്, സഞ്ചാരമൊക്കെ ഒന്ന് കുറയ്ക്കണം. ഒരുമിച്ചുള്ള സഞ്ചാരം,
അപ്പോൾ രണ്ടുപേരും പരസ്പര ധാരണയോടുകൂടി ആയിരിക്കണം. സഞ്ചാരമുണ്ടാകും, പക്ഷേ ഒരുമിച്ചാണ് ജീവിതയാത്ര ഇനി നടത്താൻ പോകുന്നത്. ഇനി അവർ പറയുന്ന മറ്റൊരു കാര്യം, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൈകൾ കൂട്ടിക്കെട്ടുമെന്ന്. എന്ന് വെച്ചാൽ ചെലവുകളൊക്കെ കുറയ്ക്കണം. ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടി അത് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. പക്ഷെ അതല്ല, ഇനി വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ രണ്ടുപേരായി ദൈവം അനുഗ്രഹിച്ച് ഇതാ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചെലവുകളൊക്കെ കൂടും. അതുകൊണ്ട് വളരെ കരുതലോടുകൂടെ തന്നെ മുന്നോട്ട് പോകണം. ഇനി മനഃശാസ്ത്രജ്ഞന്മാരും ആത്മീയ പിതാക്കന്മാരും ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഈ 3 legs റേസ് ജയിക്കാൻ 2 വിജയമന്ത്രം പറയുന്നുണ്ട്. ഒന്ന്, ഭർത്താവും ഭാര്യയും നല്ല സുഹൃത്തുക്കളായിട്ട് തീരുക. നമുക്കറിയാം, നല്ലൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ എന്തൊരു ആശ്വാസമാണ്, എന്തൊരു ശക്തിയാണ്. മനസ്സൊക്കെ വിഷമിക്കുമ്പോൾ സാരമില്ല, ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒന്ന് ബലപ്പെടുത്താൻ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അഭിനന്ദിക്കാൻ, പ്രോത്സാഹിപ്പിക്കാൻ, പരസ്പരം പടുത്തുയർത്താൻ, അങ്ങനെ ജീവിതത്തെ ഒരു സൗഹൃദ ബന്ധമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന പ്രബോധനത്തിൽ ഇക്കാര്യം അടിവരയിട്ട് പറയുകയാണ്. ഭാര്യ ഭർത്തൃബന്ധം ആജീവാനന്ദം നിലനിൽക്കേണ്ട സൗഹൃദ ബന്ധമാണ് എന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുകയാണ്. ജിതനും അഞ്ജുവും ഇതിനകം നല്ല സുഹൃത്തുക്കളായിട്ടുണ്ടാകും. ചിലപ്പോഴൊക്കെ കണ്ടു, ഫോൺ വിളിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആശയങ്ങൾ കൈമാറി. രണ്ടുപേരെ കുറിച്ചും ഞങ്ങൾക്കൊക്കെ ഒത്തിരി നന്മകൾ പറയാനുണ്ട്. ജിതിനെ ഞാൻ ഓർക്കാണ്, ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോഴുള്ള ആ കുടുംബവും ജിതിനുമായിട്ടുള്ളൊരു ബന്ധം വളരെ നല്ല സ്വഭാവത്തോടുകൂടെ പഠിക്കാനുള്ളത് പഠിച്ച് ഡിസിപ്ലിൻഡായിട്ടൊക്കെ മുന്നോട്ട് പോയി. അങ്ങനെ എല്ലാവർക്കും, അധ്യാപകർക്കൊക്കെ പ്രീതികരമായ ഒരു നല്ല സ്റ്റുഡൻ്റായിട്ട് ഇന്നും ആ ഒരു സ്വഭാവം മഹത്വം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അഞ്ജലിനെ കുറിച്ച് ഒത്തിരിയേറെ കാര്യം, പ്രധാനമന്ത്രിയുടെ വസ്ത്രമൊക്കെ ഡിസൈൻ ചെയ്ത് ടെക്സ്റ്റൈൽ ഡിസൈനറായിട്ടാണ്. തീർച്ചയായിട്ടും ജീവിതത്തെ നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് പറയാനായിട്ടുള്ളത്. രണ്ടുപേരും അതുകൊണ്ട് തന്നെ നല്ല സുഹൃത്തുക്കളായി ജീവിതകാലം മുഴുവൻ നിലനിൽക്കാൻ ഇടയാകട്ടെ. രണ്ടാമത്തെ വിജയമന്ത്രം, ഇതൊരു ദൈവിക ബന്ധമാണെന്ന് ഭർത്താവും ഭാര്യയും ഒരിക്കലും മറക്കരുത്. ഇന്ന് ജെൻസണിച്ചനെ വായിച്ച് അവസാനിപ്പിച്ച സുവിശേഷ അവസാനത്തെ വചനം പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാവും, ചെറിയ പരിഭ്രമമൊക്കെ ഉണ്ട്, പക്ഷെ വളരെ പരിചയമുള്ള വചനം. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. എല്ലാവർക്കും പരിചയമുള്ള ഒരു വചനമാണ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിലെ തലമുറകളിലെ ദമ്പതികൾ ഈ വചനത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ച് അവരുടെ ദാമ്പത്യത്തെ മുന്നോട്ട് നയിച്ചതാണ്. ചിലരൊക്കെ പറയും കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ ദൈവം യോജിപ്പിച്ചതല്ലേ. ഇന്നതൊക്കെ മറക്കണ്ടെന്ന് തോന്നൽ ചിലപ്പോൾ. ദൈവം യോജിപ്പിച്ചതാണെന്നുള്ള ചിന്ത, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, എനിക്ക് പറ്റണില്ല, വിട്ടേക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്ന ഒരു മനോഭാവം ചിലപ്പോൾ രൂപപ്പെടുകയാണ്. അവിടെയാണ് ദൈവമാണ് നിങ്ങളെ ഒരുമിച്ച് സഞ്ചരിക്കാൻ നിശ്ചയിച്ചത്, നിയോഗിച്ചത്, ഇന്ന് ഈ കൂദാശയിലൂടെ അഭിഷേകം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിച്ച് മുന്നേറാൻ മറക്കരുത്. എത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, എത്രയൊക്കെ പണമുണ്ടെങ്കിലും, സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടെങ്കിലും, മനസ്സുകൾ ഒന്നാകണമെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടെ ഈ ഒരു ദൈവികമായ ബന്ധമാണെന്നുള്ള ബോധ്യത്തോടെ മുന്നേറാൻ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ മടിയൊന്നും കാണിക്കരുത്. ഇപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി, ഒന്നു മതി, അരമതി എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ വല്ലാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് ജിതിനോടും അഞ്ജുനോടൊക്കെ വല്ലപ്പോഴൊക്കെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, ഞങ്ങൾ സാധാരണയൊക്കെ പറയുക, അത്ര അച്ഛന്മാരെ കല്യാണം പ്ലസ് ചെയ്യാനുണ്ടായി, അതനുസരിച്ചെങ്കിലും മിനിമം ഉണ്ടാകണം, അതിനേക്കാൾ കൂടുതലുണ്ടാകണം എന്നൊക്കെ സാധാരണ തമാശയായിട്ടൊക്കെ പറയാറുണ്ട്. പക്ഷെ ജീവനോട് തുറവിയുള്ള ദമ്പതികളാക്കുക. ഇനി 2 കുടുംബാംഗങ്ങളോടും പറയാനായിട്ടുള്ളതാണ്. തൃശ്ശൂരും പാലയും ഒരു പുതിയ ബന്ധത്തിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും വ്യത്യസ്തമായ ഭാഷാശൈലിയും അല്പമൊക്കെ ഭക്ഷണ രീതികൾ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു പിന്തുണയും ഒരു പ്രാർത്ഥനാ സഹായവും പ്രോത്സാഹനവും
നമുക്ക് ഈ മക്കൾക്കായിട്ട് കൊടുക്കാം. രണ്ടുപേരും പരിപൂർണരൊന്നുമല്ല, അവരുടേതായ പരിമിതികളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഈ കുടുംബാംഗങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അവരെ പ്രോത്സാഹിപ്പിച്ച് വളർത്തി പടുത്തുയർത്തി ആ ദാമ്പത്യത്തിൻ്റെ ആ സഞ്ചാരം ഒരുമിച്ചാകാൻ എപ്പോഴും നന്മ പറഞ്ഞ് മുന്നോട്ട് പോവുക. ഇവിടെ കിട്ടി അവിടെ കിട്ടി, അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് അത് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കും. ഇതിനേക്കാൾ അപ്പുറത്ത് ഈ മക്കൾക്ക് വേണ്ടി തുടർന്നും പ്രാർത്ഥിച്ച് നമുക്ക് ഇവരുടെ ദാമ്പത്യം ഇവരുടെ കുടുംബങ്ങൾക്ക് മാത്രമല്ല സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമാകാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും പേരിൽ ജിതിനും അഞ്ജുവിനും എല്ലാ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. ബന്ധിതരാകുന്ന ഇവർക്ക് വേണ്ടി കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള, പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവവചനമാകുന്ന ആത്മീയവിരുദ്ധനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായി, നിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. വിവാഹബന്ധത്തിന്റെ അഭേദ്യതയെ പറ്റി പഠിപ്പിച്ച മിശിഹായി, പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധൂവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായി, നിന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാ നിരതരായി ജീവിക്കുവാൻ കർത്താവേ ദമ്പതിമാരുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനം ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. പ്രിയ സഹോദരനെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കുദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുന്നതിനെ പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന്റെ ജീവിതസഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവനം സമൃദ്ധമായി ചെറിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. പ്രിയപ്പെട്ടവരെ, വിവാഹമെന്ന കുദാശയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വധൂവരന്മാർ പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരായി കൊള്ളാമെന്ന് ഉടമ്പടി എടുക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇവർക്ക് സാക്ഷികളായിട്ട് രണ്ടുപേര് മുന്നോട്ട് കയറി വരേണ്ടതാണ്. പുരുഷൻ്റെ ഭാഗത്തു നിന്ന് സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഓരോരുത്തർ മുന്നോട്ട് കയറി നിൽക്കുക. ഇവരെടുക്കുന്ന ഈ തീരുമാനം നേരത്തെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യന് വേർപെടുത്താതിരിക്കട്ടെ. ദൈവസന്നിധിയിൽ സഭയുടെ പ്രതിനിധിയായിട്ടുള്ള പുരോഹിതൻ്റെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ഇവരെടുക്കുന്ന തീരുമാനം അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനം സന്തോഷത്തോടു കൂടിയുള്ള തീരുമാനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം ഇവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിവാഹ ഉടമ്പടിയാണ്. ജേക്കബ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അന്നയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? അന്ന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജേക്കബിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. രണ്ടുപേരും വധുവും വരനും കരങ്ങൾ ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ.
സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണം വഴി തിരുസഭയുമായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും മധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലിയും ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ താല്യഭേദ്യമായ സ്നേഹത്തിലും പരിപൂർണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാവുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായ കുരിശവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായി തീരുകയും ചെയ്യട്ടെ. നാമത്തിൽ കൃപാവനത്തിന്റെ അനുശ്രവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച് സ്വർഗ്ഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. They always look like yours. The last time you looked at me burns in my mind. 'Cause at night they always look like yours. I won't say goodbye. I won't say goodbye. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോട് ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ വിശുദ്ധമായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സ്ഥിതിയും അവിടെ നിങ്ങളിൽ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിവാഹം എന്ന ഉദാശയുടെ പ്രത്യേക തിരുക്കർമ്മങ്ങൾ കഴിഞ്ഞു. തുടർന്ന് വിശുദ്ധമായ Our love was slow motion. You made Beyond
സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരണത്തിന്റെ വലകെ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിനായി ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. കർത്താവായ മിശിഹായ ദമ്പതിമാരെ അനുഗ്രഹിക്കണം. നമ്മുടെ അമ്മയായ പരിശുദ്ധ കാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മറിയൂസഫിനെയും ആദ്യസ്ഥരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരെയും പ്രാർത്ഥനവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ നീക്കം. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളിയാളാക്കുകയും ചെയ്ത കരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടെ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായി സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുകയും ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയമണവരയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
തിരുസ്ഥലം സ്ഥാപിച്ച വിവാഹം എന്ന കുദാശ വഴി വിശുദ്ധമായ കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്ന ചിതനെയും അഞ്ചുവിനെയും ആശീർവദിക്കണമേ. ഇവരുടെ അനുദിന ജീവിതത്തിൽ അങ്ങ് ഇവരുടെ മാതൃകയും വഴികാട്ടിയുമായിരിക്കണമേ. ആത്മീയവും ഭൗതികമായ അനുഗ്രഹദാനങ്ങൾ സമൃദ്ധമായി ഇവർക്ക് നൽകണമേ. തിരുക്കുടുംബത്തിന് മാതൃകയിൽ ജീവിക്കുവാനും വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളിലും മറ്റു ക്രിസ്തീയ സുഹൃത്തുക്കളിലും അനുദിനം വളരുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. ये कैसी मुलाकात है, जैसे सदियों से तुम मेरी जान हो। अब कैसे मैं ये समझाऊं, कितने अरसों से तुम्हारा ही मुझे इंतजार है। വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നാണല്ലോ. ഇവരുടെ സ്വർഗീയ വിവാഹത്തിന് ഇന്നിവിടെ വേദി ഒരുക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഡിഡി ടു ദി സ്റ്റേജ്. യെസ്, രണ്ടുപേരും ദേവാലയത്തിലെ തിരുകർമ്മങ്ങൾക്കെല്ലാം ശേഷം എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ചേട്ടാ? വളരെ ആശ്വാസം. ചേച്ചിക്കോ? രണ്ടുപേരുടെ മുഖത്ത് സന്തോഷം എന്താണ് അല്ലേ? ഈ ഒരു സ്റ്റേജിലെ ലൈറ്റ് ഒന്നും മതിയാവില്ല ഈ ഒരു ബ്യൂട്ടി ക്യാപ്ചർ ചെയ്തെടുക്കാൻ. സോ ഇവരെ രണ്ടുപേരിനെയും ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ ഒരു ഒഫീഷ്യൽ സെറമണിയുടെ ഭാഗമായിട്ട് ഐ ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ദം. സോ ഫസ്റ്റ് അവർ ഹാൻഡ്സം ഗ്രൂം മിസ്റ്റർ ഷിതിൻ ജോസഫ്. He just completed BTech Engineering from Jodi Engineering College and currently working as rigger at Saudi Arabia. ഷിതിൻ ചേട്ടന് ഇഷ്ടമുള്ള ഒരു നല്ലൊരു കൈയടി. Okay, next our beautiful bride, Miss Anju Jose, daughter of Mr. Jose Thomas and Nancy Jose. She just completed textile designing from National Institute of Fashion Technology, Kannur, and currently working as technology textile designing at Palakkad. ചേച്ചിക്ക് വേണ്ടി നല്ലൊരു കൈയടി. So, മണ്ടാരം പറഞ്ഞതുപോലെ marriage is the fusion of two hearts, harmony of two souls and togethering of two families. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ഈ ഒരു ഡേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡേ ഇത്രയും കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഇവരെ പോലെ തന്നെ അല്ലെങ്കിൽ ഇവരെക്കാളും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ അതിനു വേണ്ടി ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും സ്വരുക്കൂട്ടി വെച്ച് തയ്യാറായി നിന്ന രണ്ടുപേരുണ്ട്. മറ്റാരുമല്ല, അതിവരുടെ ഫാമിലീസ് ആണ്. So, Mr. Jidin Joseph, he belongs to Edikalatur family. His parents, Mr. Joseph Evie and Gracie Joseph. His brother and family, Mr. JB and Lindsay. And their beautified Esu and Joe. And his sister and family, Jisha and Shajan. And their little stars, Ishan and Dia, to the stage. So, അവർ നല്ല മനോഹരമായിട്ട് ചേട്ടന്റെ സൈഡിൽ റിസംബിൾ ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് നമ്മുടെ ഏറ്റവും അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരി കുട്ടിയെ നിൽക്കുന്ന ചേച്ചിയുടെ ഫാമിലിനെ ഇൻവൈറ്റ് ചെയ്താലോ? ചെയ്യുന്നേ? ഓക്കെ. Bride, she belongs to Idathattam Kundan family. Her parents, Mr. Joseph Thomas and Nancy Jose, and her brother and family, Jerry and Alpina, and their little love, Evangeline, to the stage. മനുഷ്യന്റെ വാരയിൽ നിന്ന് അവൻ അവൾക്ക് രൂപം നൽകുന്നു. അവനെ അവളുടെ മുമ്പിൽ കൊണ്ടു ചെന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഇതാ
എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്നുള്ള മാംസവും. നരനിൽ നിന്ന് എടുക്കപ്പെട്ടതിനാൽ ഇവൻ നാരി എന്ന് വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവരൊറ്റ ശരീരമായി തീരും എന്നുള്ള തിരുവചനം ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സ്റ്റേജിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിലോട്ട് കിടക്കാം. നമ്മുടെ ക്രിസ്തീയ ആചാര പ്രകാരം നമ്മൾ ഇന്നിവിടെ അരങ്ങേറുന്ന ഓരോ ചടങ്ങിനും അതിൻ്റെതായിട്ടുള്ള മീനിങ് ഉണ്ട്. സോ അതൊട്ടും ചോരാതെ തന്നെ നമുക്ക് ആദ്യമായി തിരി തെളിയിച്ചുകൊണ്ട് ഇന്നത്തെ ചടങ്ങ് ഏറ്റവും അനുഗ്രഹപൂരിതമാക്കാം. Your flames are separable, yet they feed the same fire. So നമ്മുടെ ബ്രൈഡിനെയും ഗ്രൂമിനെയും രണ്ട് ഫാമിലീസിനെയും ഇതിന് മുന്നോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. തിരി തെളിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചടങ്ങ് ഏറ്റവും അനുഗ്രഹപൂർവ്വം ആരംഭിക്കാം. तुम जो पास आई चूमने का यूं बहाना लेके, तब से तुम मेरी हो दास्तां। चांद को बुलाकर तुमने चमकाई मेरी जो रातें, तब से मैं तुम्हारा ही हुआ। दोनों ही कलाइयों पे चांदी है सजी, होठों पे जो लाली है दिल में बस गई। ये मिलन कैसी आग है, जल जाने की आस है। मदहोशी हो या ना भी हो, इस प्यार की गहराई का कोई इंतहा नहीं। नाचने का मन करे तो झूम लेंगे हम, और सितारों के बगीचे घूम लेंगे हम। थोड़ी सी मजाकिया भी बातें हम करेंगे, मिल गया है आशियां हम आँखों से कहेंगे। यूं होता है प्यार क्यों, थोड़ा डर भी है थोड़ा जुनून है। कफा महफिल की बेताबी, जाने कैसे कोई कह सके कि ये इत्तेफाक है। ये कैसी मुलाकात है, जैसे सदियों से तुम मेरी जान हो। अब कैसे मैं ये समझाऊं, कितने अरसों से तुम्हारा ही मुझे इंतजार है। ये कैसी मुलाकात है, ये कैसी मुलाकात है, ये कैसी मुलाकात है, ये कैसी मुलाकात है। I
break away if I tied my heartstrings to you, baby. And every day I wanna see your perfect body right beside me, baby. I want you to know that I did try to open your heart and break it inside. I want you to know that I believe I heal all your wounds and take all your tears. 'Cause baby, you're all I need. Do you believe I wanna love you like the storm that lives inside me? Baby, pull me deep in your sea. I wanna swim through your wings, I wanna move through you, baby. I want you to know that I did try to open your heart and break it inside. I want you to know that I believe I heal all your wounds and take all your tears. 'Cause baby, you're all I need. Baby, you're all I need. Baby, you're all I need. I want you to know that I did try to open your heart and break it inside. I want you to know that I believe I'd heal all your wounds and take all your tears. 'Cause baby, you're all I need. 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 I could be all you need. अब तुम्हारे आस-पास आ रही बारात, करना इनकार बार-बार देना साथ। ओए 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 जो गाए दिल मेरा, पर तुम सुन ना पाए हमारी बात। ओए 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 चुरा के दिल तेरा, हम दूर भागे तेरे बिना। गाए हमसे नाराज रहना, सजाए हम तेरी बारात है ना। सवेरे दिन रात न पाए चैना, सुन लेना तुम्हें चाहकर भी न चाहे, करे जो मन मानिए मन न माने। मिली जो ये जो याद मिल के अब बाटे तेरे नाम। सुना सफर पर प्रेम नगर है, मिल पाएंगे क्या हम तुमसे? जो रात बीती सुबह तो आई ना। छोटी उम्र पर बड़ी नजर है, मिल जाएंगे ये हम तुमसे। छुपा छुपाई नजर तू आई ना। अब तुम्हारे आस-पास आ रही बारात, करना इनकार बार-बार देना साथ। अब तुम्हारे आस-पास आ रही बारात, करना इनकार बार-बार देना साथ। जो गाए दिल मेरा, पर तुम सुन ना पाए हमारी बात। ओए 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 चुरा के
दिल तेरा, हम दूर भागे तेरे बिना। काहे हमसे नाराज रहना, सजाए हम तेरी बारात है ना, सवेरे दिन रात न पाए चैना। सुन लेना तुम्हें चाहकर भी न चाहे, करे जो मन मानिए मन न माने, मिली जो ये जो याद मिल के अब बाटे तेरे नाम। പിതാവേ, അങ്ങയുടെ നാമം ഭൂഷിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്തവരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ രക്ഷിക്കണമേ. ആമേൻ. നന്മ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു, അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിന്റെ സ്തുതി. जो गाए दिल मेरा, पर तुम सुन ना पाए हमारी बात। ओए 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 चुरा के दिल तेरा, हम दूर भागे तेरे बिना। काहे हमसे नाराज रहना, सजाए हम तेरी बारात है ना, सवेरे दिन रात न पाए चैना। सुन लेना तुम्हें चाहकर भी न चाहे, करे जो मन मानिए मन न माने, मिली जो ये जो याद मिल के अब बाटे तेरे नाम। सुना सफर पर प्रेम नगर है, मिल पाएंगे क्या हम तुमसे, जो रात बीती सुबह तो आई ना। छोटी उम्र पर बड़ी नजर है, मिल जाएंगे ही हम तुमसे, छुपा छुपाई नजर तो आई ना। अब तुम्हारे आस पास आ रही बारात, करना इनकार बार बार देना साथ। अब तुम्हारे आस पास आ रही बारात, करना इनकार बार बार देना साथ। अब तुम्हारे आस पास आ रही बारात, करना इनकार बार बार देना साथ। अब तुम्हारे आस पास आ रही बारात, करना इनकार बार बार देना साथ।